വരുന്നുണ്ടത്? പകുതി വരുന്നുണ്ട്. ഏത് രാജാവാണ് ശബ്ദഭാമയെ കൊണ്ടിട്ടത് ഒരു മുനിയുടെ മുകളിലായിട്ട്? പരീക്ഷിത്ത്. അപ്പൊ അദ്ദേഹത്തിന് എന്ത് ശാപവൃത്തി? 7 ദിവസത്തിനകം ഒരു പാമ്പ് കടിച്ച് മരിക്കുന്നത്. അപ്പൊ അദ്ദേഹമാണ് കഥ കേൾക്കുന്നത്. ആരാണ് കഥ പറഞ്ഞു കൊടുക്കുന്നത്? ശ്രീ ശുഗ മഹർഷി. ശ്രീ ശുഗ മഹർഷിയാണ് കഥ പറഞ്ഞു കൊടുക്കുന്നത് കേട്ടോ. പിന്നെ എന്ത് കഥയാണോ ചോദിച്ചത്? കൃഷ്ണന്റെ കൂട്ടുകാരന്റെ കഥ പറയുന്നത്. കൃഷ്ണന്റെ കൂട്ടുകാരന്റെ പേരെന്താണ്? കൃഷ്ണന്റെ കൂട്ടുകാരന്റെ പേര് ആരെയും കൈ കൊല്ലാൻ പറ. കൃഷ്ണന്റെ കൂട്ടുകാരന്റെ പേര് എന്താണ്? കൃഷ്ണന്റെ കൂട്ടുകാരന്റെ പേര് അറിയോ? അപ്പൊ കുറെ നേരം പറഞ്ഞില്ലേ നമ്മള്? സുദാമ. സുദാമ. ഒരു ഒന്നും പറഞ്ഞു കേട്ടോ. ഇനി എല്ലാവരും ഓർത്ത് വെച്ചോ. ഇനി അടുത്ത ആള് കറക്റ്റായിട്ട് പറയണം കേട്ടോ. ഏത് ആശ്രമത്തിലാണ് കൃഷ്ണനും സുദാമാവും കൂടി ഒരുമിച്ച് പഠിച്ചത്? ഗുരുകുലത്തിന്റെ പേര്, മഹർഷിയുടെ പേര്, ഏത് ഗുരുവിന്റെ പേര്? ആ കറക്റ്റ്. സാന്ദീപനി മഹർഷി. പിന്നെ എത്ര ദിവസം കൃഷ്ണനും പിന്നെ കറക്റ്റ് 64 ദിവസം അവിടെ ഉണ്ടായിരുന്നുള്ളൂ സ്കൂളില്. കൃഷ്ണനും വിജയനും കൂടി 64 ദിവസം ഉണ്ടായിരുന്നുള്ളൂ. അപ്പോഴത്തേക്ക് അവര് വലിയ ഫ്രണ്ട്സ് ആയി ഇല്ലേ? അത് കഴിഞ്ഞിട്ട് പിന്നെ ആരാണ് പറഞ്ഞത് കൃഷ്ണനെ പോയി കാണാനായിട്ട് വിജയന്റെ അടുത്ത്? ആരാണ് പറഞ്ഞത്? ഭാര്യ. ഓക്കെ. എന്താണ് കൊണ്ടുപോയത്? ബാക്കിയുള്ളവരും കൂടി പറയൂ കേട്ടോ. അപ്പൊ അവൽക്കിരിയാണ് കൊണ്ടുപോയത്. അവല് എങ്ങനെയാണ്? അവൽ നനച്ചാണ് കൊണ്ടുപോയത്. എങ്ങനെയാണ് കൊണ്ടുപോയത്? ശർക്കരയില്ല, കുറച്ച് അവല് മാത്രമേ ഉള്ളൂ. അത് പിഴിഞ്ഞ് പറഞ്ഞാൽ പഴയ മുണ്ടിന്റെ അതിർത്തി ഇങ്ങനെ കെട്ടിട്ടാണ് കൊണ്ടുപോയത് അല്ലേ? എങ്ങനെയാണ് ഈ സുദാമാവിന് വേറെ പേര് വന്നത്? സുദാമാവ് എന്ത് പേര്? എന്ത് പേര് വന്നു സുദാമാവിന്? എന്താ പേര്? കുചേലൻ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? കൃഷ്ണന്റെ പേരില്ല കുചേലൻ. അത് കൃഷ്ണൻ. കുചേലൻ എന്ന പേര് വന്നത് എന്തുകൊണ്ടാണ് അറിയാം? കുചേലൻ. ചേലാന്ന് പറഞ്ഞാൽ ചേല. ചേലാന്ന് പറഞ്ഞാൽ ചേലാന്ന് പറഞ്ഞാൽ വസ്ത്രത്തിൽ ചേലൻ പറഞ്ഞാൽ നല്ല ചേലയല്ല, മുഷിഞ്ഞ ചേല കിട്ടുന്നതാണ്. എപ്പോഴും മുഷിഞ്ഞുകൊണ്ട് കൊണ്ടാണ് അദ്ദേഹത്തിന് കുചേലൻ എന്ന് പേര് വന്നത് അല്ലേ? കുചേലൻ. കുചേലന്റെ ഓപ്പോസിറ്റ് എന്താണ്? കുചേലന്റെ ഓപ്പോസിറ്റ് അറിയില്ലേ? കുചേലന്റെ ഓപ്പോസിറ്റ് കൃഷ്ണന് എത്ര ഭാര്യമാരുണ്ട്? കൃഷ്ണന്റെ ദ്വാരകയിൽ 16,008 ഭാര്യമാരുണ്ട്. എത്രയാണ്? 16,008. അതില് ഇപ്പൊ ദ്വാരകയിൽ പോയപ്പോ ഏത് ഭാര്യയാണ് ഓടി വന്നത്? എന്റെ ഒരാളാണ് പറയുന്നത്. രുക്മിണിയാണ് ഓടി വന്നത് അല്ലേ? പിന്നെ നമ്മള് അതിഥി സൽക്കാരം ഒരാൾ എന്താ ചെയ്യണ്ട? ഇരുത്തി കാല് കഴുകി ആ വെള്ളത്തിന് ചമ്മൽ കൊണ്ടുപോയിട്ട് അവർക്ക് അന്ന് ഫാനൊന്നുമില്ല, അല്ലേ? എന്നിട്ട് അവർക്ക് നല്ല ആഹാര പദാർത്ഥങ്ങളൊക്കെ കൊടുത്ത് അങ്ങനെയാണ് നമ്മളൊരു വീട്ടിലൊരാൾ വന്നാലും അവരോട് കുടിക്കാൻ പറയാം, അവർക്ക് കുടിക്കാൻ വെള്ളം കൊടുക്കണം, ഇതെല്ലാം ചെയ്യണം. അപ്പൊ അതൊക്കെയാണ് ഇത് കാണിക്കുന്നത്. പിന്നെ എന്താണ് ഇന്നത്തെ സന്ദേശം? എന്താണ് ഇന്ന്? എന്താണ് നമുക്ക് മനസ്സിലായത്? കഥയുടെ ഈ കഥയുടെ പൊരുളെന്താണ്? കഥയുടെ സന്ദേശം പറയൂ. ദാരിദ്ര്യം പോകണമെങ്കിൽ നമ്മൾ ഭക്തിയോടുകൂടി എന്തെങ്കിലും കൊടുത്താൽ മതി. എന്ത് കൊടുക്കാം? പത്രം എന്ന് പറഞ്ഞാൽ പത്രം, ബലം, പുഷ്പം, തോയം, ഒരു വെള്ളമോ ഒരു ഇലയോ ഒരു പൂവോ ഒരു കായോ എന്തെങ്കിലും കൊടുത്താൽ മതി. അത് ഭക്തിയോടുകൂടി നമ്മൾ ഭഗവാന് സമർപ്പിക്കുകയാണെങ്കിൽ ഭഗവാനോട് ചോദിക്കാതെ നമുക്ക് പറയാം. അപ്പം ഇതിൻ്റെ സന്ദേശം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സുഹൃത്ത്
ബന്ധം അല്ലേ, സുഹൃത്ത് ബന്ധം നിലനിർത്തുക അല്ലേ. നമ്മൾ സ്കൂളിൽ കുറേ പഠിച്ചു, കുറേ കാലം കഴിഞ്ഞ് കാണുമ്പോൾ ആ ഫ്രണ്ട്ഷിപ്പ് നമ്മളിങ്ങനെ കൊണ്ട് നടക്കും. അപ്പോൾ ഫ്രണ്ട്ഷിപ്പ് ഡേ ആയിട്ടാണ് ഇന്നത്തെ ദിനം ഈ ധനുമാസത്തിലെ ആദ്യത്തെ ബുധനാഴ്ച സുഹൃത്ത് സംഗമ ദിനമായിട്ടാണ് നമ്മൾ കൊണ്ടാടുന്നത് അല്ലേ. അപ്പോൾ എല്ലാവരും നിങ്ങൾ ഫ്രണ്ട്ഷിപ്പ് ഡേ ആയിട്ട് കൊണ്ടാടില്ലേ? ഫ്രണ്ട്ഷിപ്പ് എല്ലാവരും ഫ്രണ്ട്സ് ഇല്ലേ? അപ്പോൾ എല്ലാ ഫ്രണ്ട്സോടും കൂടി നമ്മൾ ഇണക്കങ്ങൾ പിണക്കങ്ങളൊക്കെ മറന്ന് നമ്മൾ ഫ്രണ്ട്സായിട്ട്. അതാണ് ഇന്നത്തെ ബാക്കി. ഇനി രാകേഷ് ഒരു പാട്ട് പാടും. എന്താ രാകേഷ് ഒരു ഭജന മനസ്സിലായോ? എല്ലാവർക്കും മനസ്സിലായോ ഇന്നത്തെ? ఇంకా పరాయి ఇంకొక രണ്ട് ചേർത്താറാം കുഴപ്പമില്ല. ചേർ നിന്നോളൂ. അവരെ പാത്ത് നിൽക്കണം. ഇങ്ങോട്ടാ പിന്നാടി വാ. കുറച്ച് പിന്നാടി വാ. പിന്നാടി വാ. ശരി. കരമൊന്നും വേണ്ട എനിക്കു കണ്ണ, കരമൊന്നും നേരെ ഉയർന്നാൽ മതി. ഇത് കൈ